വിശപ്പടക്കാൻ കഴിയുന്ന ഒരു ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ മുട്ട എന്ന് പറയാം. ഓംലറ്റ് അടിച്ചും പുഴുങ്ങി ബുൾസയാക്കിയുമെല്ലാം മുട്ട കഴിക്കാം. എളുപ്പം മാത്രമല്ല പോഷക സമൃദ്ധവുമാണ് മുട്ട. എന്നാൽ പുഴുങ്ങിയ മുട്ടയുടെ തൊലി കളയുമ്പോൾ അത് വെള്ളയുമായി ഒട്ടിപ്പിടിക്കുന്നത് സാധാരണമാണ്. അതായത് മുട്ടത്തോട് കളഞ്ഞാൽ മുട്ട കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പകുതിയും തോടിനൊപ്പം പോയിട്ടുമുണ്ടാവും. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മുട്ടയുടെ തോട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്? ഇനി അത് പറയാം. മുട്ടയുടെ തോടും മുട്ടയുടെ വെള്ളയും തമ്മിലൊരു നേർത്ത പാടയുണ്ട്. ഇത് ഷെൽ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. മുട്ടയുടെ pH മൂല്യം കുറവായിരിക്കുമ്പോൾ, അതായത് മുട്ടയ്ക്ക് നല്ല അസിഡിക് സ്വഭാവമുള്ളപ്പോൾ ഈ പാട മുട്ടയുടെ വെള്ളയുമായി ശക്തിയായി ഒട്ടിപ്പിടിക്കും. ഈ മുട്ടകൾക്കാണ് സാധാരണയായി ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാകാറ്. കാരണം പുതിയ മുട്ടകൾക്ക് pH മൂല്യം കുറവായിരിക്കും. മുട്ടകൾ പഴകും തോറും അവയുടെ ക്ഷാര സ്വഭാവം കൂടുന്നു. ഇതാണ് തോട് കളയാൻ എളുപ്പമാക്കുന്നത്. മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്താൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിക്കും. ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പ് മുട്ടയുടെ പുറംതോടിലൂടെ അകത്തേക്ക് കടന്ന് മുട്ടയുടെ വെള്ളയിലെ പ്രോട്ടീനുകളുമായി പ്രതിപ്രവർത്തിച്ച് അവയെ കൂടുതൽ ദൃഢമാക്കും. ഇത് തോട് കളയുമ്പോൾ മുട്ടയുടെ വെള്ള പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും തോട് വേഗത്തിൽ വിട്ടു പോരാനും സഹായിക്കും. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ ഏകദേശം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നതെന്നാണ് മറ്റൊരു മാർഗം. ബേക്കിംഗ് സോഡയും ഒരു ക്ഷാര പദാർത്ഥമാണ്. ഇത് വെള്ളത്തിൽ ചേർത്ത് മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളയുടെ ക്ഷാര സ്വഭാവം കൂട്ടും. ഇത് തോടിനും വെള്ളയ്ക്കും ഇടയിലുള്ള ബന്ധം ദുർബലമാക്കുകയും തോട് എളുപ്പത്തിൽ അടർന്നു പോരാൻ സഹായിക്കുകയും ചെയ്യും. പുതിയ മുട്ടകളിൽ ഇത് കൂടുതൽ ഫലപ്രദമാണ്. മുട്ട തിളപ്പിച്ച ശേഷം ഉടൻ തന്നെ ഐസിട്ട വെള്ളത്തിലേക്ക് മാറ്റുന്നത് വളരെയധികം ഫലം ചെയ്യും. ഇങ്ങനെ 5 മുതൽ 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ വെച്ച ശേഷം തോട് കളയാം. ഈ പെട്ടെന്നുള്ള താപനില മാറ്റം കാരണം മുട്ടയുടെ വെള്ള പെട്ടെന്ന് ചുരുങ്ങും. എന്നാൽ പുറംതോട് അതേ വലുപ്പത്തിൽ തന്നെ നിലനിൽക്കും. ഈ വ്യത്യാസം തോടിനും വെള്ളയ്ക്കും ഇടയിൽ ഒരു ചെറിയ വിടവുണ്ടാക്കുകയും തോട് കളയാൻ വളരെ എളുപ്പമാക്കുകയും ചെയ്യും. കൂടാതെ തണുത്ത വെള്ളം മുട്ടയുടെ ചൂട് കുറയ്ക്കുന്നതിനാൽ എളുപ്പം തോട് കളയാനും പറ്റും. അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ട തണുത്ത ശേഷം ഒരു പരന്ന പ്രതലത്തിൽ വെച്ച് ശേഷം കൈവെള്ളിയിൽ വെച്ച് ഉരുട്ടിയാലും തോടുകളെ ചെറിയ കഷ്ണങ്ങളാക്കി പൊളിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുട്ട തിളപ്പിക്കുമ്പോൾ 10 മുതൽ 7 മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സമയം തിളപ്പിച്ചാൽ മുട്ടയുടെ വെള്ള ഭാഗം റബ്ബർ പോലെയാകാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണെങ്കിൽ അത് സാധാരണ താപനിലയിലേക്ക് വന്ന ശേഷം മാത്രം പുഴുങ്ങുന്നതായിരിക്കും നല്ലത്.